പോലീസ് ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവനോളം സ്വർണ്ണമാണ് മോഷണം പോയിട്ടുള്ളത്. ക്വാർട്ടേഴ്സിൽ ആളില്ലാത്ത സമയത്തായിരുന്നു ഈ മോഷണം. വി ജയശങ്കർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജയശങ്കർ, അപ്പോൾ പോലീസിനും രക്ഷയില്ലേ? അതായത് ഇന്ന് വൈകിട്ട് ാണ് കൊല്ലത്തെ എയർ ക്യാമ്പിലെ CPO മുബാറക്കിന്റെ ഇത്തരത്തിൽ മുറിയിൽ മോഷണം നടന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വാതിൽ തുറന്നു കിടക്കുന്നതായും ഉള്ളിൽ അരമാല കുത്തി തുറന്നതായും ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പരിശോധിച്ചപ്പോൾ ഈ സ്വർണം കാണാതായി മനസ്സിലായി. 6 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. അലമാരയുണ്ടായിരുന്ന സ്വർണം കള്ളൻ കൊണ്ടുപോയി തന്നെയാണ് നിലവിൽ സംശയിക്കുന്നത്. എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മുബാറക്കിന്റെ ഭാര്യ ഉൾപ്പെടെ മൊഴി പോലീസ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സമീപ പ്രദേശത്തെ CCTV ഉൾപ്പെടെ നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഈ സ്ഥലവും പ്രദേശവും ഒക്കെ തന്നെ കൃത്യമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് കള്ളൻ എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം ഈ പോലീസ് ക്വാർട്ടേഴ്സിൽ 2ാം നിലയിലാണ് ഈ മോഷണം നടന്ന സ്ഥലമുള്ളത്, ഈ കെട്ടിടമുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കൃത്യമായി പരിചയമുള്ള ആൾ തന്നെയാകാം മോഷണത്തിന് പിന്നിലുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും 6 പവൻ സ്വർണ്ണമാണ് കൊല്ലം നഗരത്തിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് നഷ്ടമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് ഗൗരവകരമായി തന്നെ ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ വീട്ടിൽ വന്നൊരു ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഘട്ടത്തിലാണ് ഈ മോഷണ വിവരം അറിഞ്ഞത്. വാതിൽ ഉൾപ്പെടെ തുറന്നു കിടക്കുകയും അലമാര കുത്തി തുറന്നാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുള്ളത്. ശരി ജയശങ്കർ, പോലീസിന് വലിയ നാണക്കേടാണ്. പോലീസ് ക്വാർട്ടേഴ്സിനുള്ളിൽ പോലും കള്ളന്മാർ കടന്നു തുടങ്ങിയിരിക്കുന്നു. 6 പവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കും. എത്രയും വേഗം ഈ മോഷ്ടാവിനെ പിടികൂടും എന്ന് തന്നെ കരുതാം.